കാസർഗോഡ് പലസ്തീൻ വിഷയം ഇതിവൃത്തമാക്കിയ മൈം ഷോ അവതരിപ്പിക്കുന്നത് അധ്യാപകർ തടഞ്ഞതായി പരാതി. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മൈം ഷോ നടത്തുന്നതിനിടയിൽ അധ്യാപകർ കർട്ടൻ താഴ്ത്തിയത്. കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് SFI പ്രതിഷേധം. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളി ശനി ദിവസങ്ങളിലായിരുന്നു സ്കൂൾ കലോത്സവം നിശ്ചയിച്ചിരുന്നത്. ആദ്യ ദിനത്തിലെ അവസാന ഇനമായ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മൈം ഷോക്കിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. പലസ്തീനിലെ ഇസ്രയേൽ അധിനിവേശവും കൂട്ടക്കുരുതിയും വിഷയമാക്കിയ മൈം അവതരിപ്പിക്കുന്നതിനിടെ പ്രോഗ്രാം കമ്മിറ്റി ചുമതലയുള്ള അധ്യാപകർ വേദിയിലെത്തി കർട്ടനിടുകയായിരുന്നു. ഇതിനു പിന്നാലെ വിദ്യാർത്ഥികൾ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചു. കുമ്പള സ്കൂളിൽ ഇന്നലെ ഫലസ്തീന് വേണ്ടിയിട്ട് ഒരു മൈം ഷോ നടത്തി. അതിൻ്റെ പേരിൽ ഇപ്പോൾ എന്തെല്ലാം പ്രശ്നം ആയി. നമ്മൾ മൈം ഷോ പാതിയാകുമ്പോൾ തന്നെ നമുക്ക് കർട്ടൻ ഇട്ടു. എന്ത് കാരണം കൊണ്ടെന്ന് അറിയാല. നമ്മൊരു കിടായിനെ എടുത്തിട്ട് ഇതാക്കുന്ന ഒരു സീനാണ്. നമുക്ക് ജാതി അങ്ങനത്തെ ഒന്നും നമ്മൾ നോക്കിയിട്ടാണ്, നമ്മൾ ഹ്യൂമാനിറ്റി മനുഷ്യത്വം നോക്കിയിട്ടാണ് കളിച്ചത്. രാത്രിയോടെ രണ്ടാം ദിവസത്തെ കലോത്സവം നിർത്തിവെച്ചതായി സ്കൂളിൽ നിന്ന് അറിയിപ്പ് നൽകി. സംഭവത്തിൽ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ അന്വേഷിച്ച് നടപടിയെടുക്കണമെന്ന് SFI ജില്ലാ സെക്രട്ടറി K. പ്രണവ് ആവശ്യപ്പെട്ടു. ആ മൈം ഷോയിൽ കളിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ മൈം ഷോ കളിച്ചിട്ടുള്ളത്. നമ്മുടെ ലോകത്ത് തന്നെ ഇസ്രായേൽ പാലസ്തീൻ നടത്തുന്ന അധിനിവേശത്തിനെതിരായി പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ മൈം ഷോ അവതരിപ്പിച്ചത്. എന്നാൽ അവിടുത്തെ അധ്യാപകർ ആ മൈം ഷോയുടെ ഭാഗമായി കർട്ടൻ താത്തു പോകുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരം പ്രവണതകൾക്കെതിരായി വലിയ തോതിലേക്കുള്ള പ്രതിഷേധമാണ് SFI ഉയർത്തുന്നത്. അവരുടെ രാഷ്ട്രീയത്തെ ഹനിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ നടത്തിയ അധ്യാപകർക്കെതിരെ കൃത്യമായ പരിശോധന നടത്തണം. അതിനെ തുടർന്ന് കലോത്സവം മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ട്. കുട്ടികളുടെ സർഗശേഷികളെല്ലാം തന്നെ എതിർക്കുന്ന തരത്തിലേക്ക് കലോത്സവം മാറ്റിവെക്കുന്ന പ്രവണത കൂടി ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ തിരുത്താൻ വേണ്ടി തയ്യാറാവണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ വേണ്ടിയും അധികാരികൾ തയ്യാറാവണം. മൈം ഷോയിൽ പ്ലക്കാർഡുകൾ ഉയർത്തരുതെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്ലക്കാർഡ് ഉയർത്തിയതിനാലാണ് കർട്ടൻ താഴ്ത്തിയതെന്നുമാണ് ആരോപണ വിധേയരായ അധ്യാപകരുടെ വാദം. പ്രതിഷേധത്തിനൊടുവിൽ അവതരണം തടഞ്ഞ മൈമടക്കം ഉൾപ്പെടുത്തി രണ്ടാം ദിവസത്തെ കലോത്സവം തിങ്കളാഴ്ച നടത്തുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു. കൈരളി ന്യൂസ്, കാസർഗോഡ്.